നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്നും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുമുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവാകുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരാനും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും പൂർണ്ണമായി ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും. പക്ഷേ അത് വിശ്വാസത്തോടു കൂടി മാത്രം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതെന്നും മനസ്സിലാക്കുക. പോസിറ്റീവായ ചിന്തയോടുകൂടിയും എപ്പോഴും നല്ല പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം സംഭവിക്കുമെന്നത് 100% ഉറപ്പാണ്. കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. പിന്നെ തമാശ രൂപേണ കാണുന്ന കുറേ വ്യക്തികളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരത് കാണുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കാലം നിങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തരുമെന്നത് 100% എനിക്കതിൽ വിശ്വാസമുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ പറ്റാത്തത് എനിക്ക് ജോലിയിലെ സംബന്ധമായ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ടൈം കിട്ടാത്തത് കൊണ്ടുമാണ് കേട്ടോ. നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് ആണെങ്കിലും എന്ത് മെസ്സേജ് ആണെങ്കിലും അത്രത്തോളം റിലാക്സ് ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ റീഡിങ്സിലും കുറച്ച് താമസം വരുന്നതിൽ ക്ഷമിക്കണം. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും റീഡിങ്സ് ഞാൻ കറക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് എടുത്ത് തീർത്ത് തരും. കാരണം അതും ഇച്ചിരി പ്രശ്നങ്ങളും തിരക്കുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സംബന്ധമായി വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾ സെൽഫായിട്ടും ഫാമിലി ആയിട്ടും മറ്റാരൊക്കെയോ തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുകളിലും വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളൊരു വലിയൊരു സക്സസ്സിന് വേണ്ടിയിട്ടോ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ പരമായിട്ട് ഒന്നെങ്കിൽ മുടക്കിയെടുത്ത് വന്നിരിക്കുന്ന നഷ്ടമാവാം. അതല്ല എങ്കിൽ നിങ്ങൾ ഫാമിലിപരമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലിലോ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യ സ്വത്തിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് വളരെയധികം പ്രശ്നങ്ങളെ നേരിടുന്നു. ഒരു കാർമിക് എനർജിയിലൂടെ, അതായത് ഒരു പൂർണ്ണതയില്ലാതെ നിങ്ങൾ എവിടേക്കോ ബന്ധനം സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഒരു മൊത്തത്തിലുള്ളൊരു എനർജി കിട്ടിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് ഏറ്റവും ടോപ്പായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് കാണുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് നിങ്ങളുടെ ലൈഫിലേക്കും മറ്റു സിറ്റുവേഷൻസുകളിലേക്കും പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ച് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികപരമാകുന്ന കാര്യത്തിന് നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുത്തെന്നെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ചതുപോലെയല്ല, ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും ഫിനാൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു എനർജി വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു ഡിസിഷൻ എടുക്കാനോ ആ ഒരു ട്രാപ്പ് എനർജി പോലെ നിങ്ങളവിടെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ആ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന, സ്ട്രഗ്ലിങ് ചെയ്യുന്ന, ഇനി ഒരു വിദേശത്ത് പോലും ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു ബെനഫിറ്റും ഇല്ല എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം
സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അതായത് ഒരു സ്റ്റക്ക് എനർജിയിലാണ്. എന്ത് ചെയ്യണം, ഒരു ബ്ലൈൻഡ് ആയ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനം സെൽഫായിട്ട് എടുക്കാനും പറ്റുന്നില്ല, എന്നാൽ മറ്റുള്ളവരോട് നിങ്ങൾക്കത് ഷെയറിങ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നു, പക്ഷേ കൺഫ്യൂഷനാണ്. ഒന്നെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അവിടെ ഉണ്ടാകാം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറുക എന്നത് വലിയൊരു നഷ്ടം എന്ന എനർജിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതായത് കൺഫ്യൂഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട്, 2 സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതിലേത് ചൂസ് ചെയ്യണം, ഏതിനെ ഒഴിവാക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരെ നിങ്ങളെ വളരെയധികം കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു അഡ്വൈസ് തേടാൻ ഒരു കൂടി ഒരു വ്യക്തിയെ കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിൽക്കുന്നുവെങ്കിൽ നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചുറ്റുപാടും ആരും തന്നെ ഇല്ല, നിങ്ങളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു സൊല്യൂഷൻ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അഡ്വൈസ് തേടുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സാഹചര്യത്തിലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൂർണ്ണത ലഭിക്കുന്ന ഒരു, ഒന്നെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ, നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളോട് തന്നെ ഒരു അഡ്വൈസ് തേടുക എന്നതാണ്. ഒരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ, തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ശരിക്കും സ്റ്റക്കാണ്, ട്രാപ്പഡ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് മറ്റൊരു സാഹചര്യങ്ങളുമല്ല നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുത്ത ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ഇത്രത്തോളം ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടതായിട്ടും നഷ്ടങ്ങളെന്ന് പറയുന്നത്, അതായത് ഒരു ലോസ് എനർജി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ പോലും കാണാൻ പറ്റുന്നത് തിരിച്ചു മാറുക, അതായത് നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് പാസ്റ്റിൽ നിന്നും നിങ്ങൾ ഒന്നും കൂടി തിരിച്ച് വരേണ്ടതായ ഒരു സാഹചര്യമാണ് കാണുന്നത്. അതല്ല, എന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു പുതിയൊരു ലോകം, പുതിയൊരു ബ്ലെസ്സിങ്സ്, ഒരു വിജയം, സക്സസ് നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഇമോഷണലി ഏതോ ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ പൂർണ്ണമായും സ്റ്റക്കാക്കി കളഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും, നിങ്ങളുടെ കരിയർ ബേസിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്തത് ഇമോഷണൽ പരമായ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അതായത് നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായും ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്കൊരു സാന്നിധ്യം വേണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ഇമോഷൻസ് നിങ്ങളിൽ ഇല്ല എന്നാണ് കാണാൻ പറ്റുന്നത്. അതൊരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സാഹചര്യം, അതായത് ഒരു നെഗറ്റിവിറ്റി, മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും സക്സസ്, ബ്ലെസ്സിങ് ഉണ്ടായിട്ട് പോലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യം, നിങ്ങളുടെ എല്ലാ വിജയങ്ങളും സ്റ്റക്കായിട്ട് നിൽക്കുന്നതും നിങ്ങളുടെ ഇമോഷണൽ ഓക്കെ അല്ല, ഇമോഷണൽ ബാലൻസ് ഇല്ല. നിങ്ങൾ വളരെയധികം ഒരു വിരക്തി, ഒരു നെഗറ്റീവ്, അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാപ്പഡ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ സ്റ്റക്കാണ് ഇപ്പോഴും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ പുറത്തേക്ക് വരിക എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന. നെഗറ്റീവാകുന്ന ചിന്തകൾ, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം അടിച്ച് താഴ്ത്തി കളയുന്നു. നിങ്ങൾക്ക് സക്സസ് വേണ്ട, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും വേണ്ട എന്ന് സ്വന്തം നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങളെ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇരയാക്കപ്പെട്ടു എന്നുള്ള ഒരു വേദന നിങ്ങളിലുണ്ടാവാം. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് ലഭിച്ച ഒരു ചീറ്റിംഗ് എനർജി, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇമോഷണൽ പരമായ കാര്യത്തിൽ വന്നു പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആകുന്ന ചിന്തകളിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തേ പറ്റൂ. സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട്
അവരുമായിട്ട് കണക്റ്റഡ് ആയാൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേരൻസ് ആവാം, നിങ്ങളുടെ സഹോദരങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ കണക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഫിനാൻസ് പരമായിട്ടാണേലും ലൈഫ്, അതായത് ഇമോഷണൽ പരമായിട്ടാണേലും ഒരു വലിയ ഉയർച്ച നിങ്ങളെ തേടി വരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. പുതിയൊരു പ്രണയം, ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്നാണ് കാണുന്നത്. ഈ ഒരു ഇമോഷൻസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ഇമോഷൻസാണ് നിങ്ങളെ പൂർണ്ണമായും വെച്ചിരിക്കുന്നതെന്ന് കാണുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ കരിയർ പരമായിട്ടാണേലും ഫിനാൻസ് പരമായിട്ടാണേലും എല്ലാം നിങ്ങൾക്ക് തകർച്ച അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് വരിക. ഒരു പൂർണ്ണമാകുന്ന ഒരു പ്രണയം, അതല്ലെങ്കിൽ ഒരു സന്തോഷം, സമാധാനം നിങ്ങൾക്കുണ്ടാവും. മാത്രവുമല്ല, നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആകേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളോട് കൂടെ നിൽക്കുന്ന വ്യക്തികളിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവിടെ ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആവുകയും ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഫാമിലിയിലുമാണ്. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റി ആകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. കാരണം നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. മാത്രവുമല്ല, നല്ല ഒരു കുടുംബം, ലൈഫ്, സിറ്റുവേഷൻ, ഇമോഷണൽ ബാലൻസ്, ന്യൂ ബിഗിനിങ് ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സ്റ്റക്കാകുന്ന, ഇരയാക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഇടത്ത് നിന്നും നിങ്ങൾ മാറുക. നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ടത് സ്പിരിച്വൽ എനർജിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം പൂർണ്ണതയുള്ള, നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയ, അതല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന സ്ഥാനത്ത് ഇരിക്കാൻ പാകത്തിന് നല്ല ഒരു കഴിവുള്ള, അതുപോലെ സ്കിൽസൊക്കെ ഉള്ള, അറിവുള്ള, കഴിവുള്ള പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ബന്ധനത്തിലാണ്. അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെ മറ്റൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അടിമപ്പെട്ട് നിൽക്കുന്നു. അവിടെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ മറ്റൊരു എനർജിയിൽ നിങ്ങൾ പൂർണ്ണമായും അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഒരു ബന്ധനം പോലെയാണ്. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ശരിക്കും നിൽക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലുമാണ് നിങ്ങൾ പൂർണ്ണമായും കണക്റ്റഡ് ആകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭൗതികമാകുന്ന ചില കാര്യങ്ങളിലേക്ക്, അതല്ല എങ്കിൽ നിങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളെ ശ്രദ്ധിക്കാതെ, നിങ്ങൾക്ക് വാല്യൂ നൽകാത്ത, നെഗറ്റീവാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പൂർണ്ണമായും കണക്റ്റഡ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് പവർ ലോസും സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊന്നും തന്നെ നേടിയെടുക്കാൻ പറ്റാത്ത വിധമായിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ ഇമോഷൻസ് പരമായ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക. കാരണം ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ആ ഒരു ബന്ധനത്തിൽ കിടക്കുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മറ്റ് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ, ഏത് വ്യക്തിയിലാണോ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അത് നിങ്ങളെ മിസ്യൂസ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാതൊരു വാല്യൂം കൽപ്പിക്കുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവോടുകൂടി തന്നെ നിങ്ങൾ തിരിച്ചു പോരുക. അതായത് പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ ഈ ഒരു ലോസ്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന നഷ്ടങ്ങളിൽ വേദനിക്കുന്ന, ഒന്നെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പേരൻസ് ആവാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാവാം. അവരിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കും. ഒരു പുതിയൊരു ഇമോഷൻസ് നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ
മനസ്സിലുള്ള സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ചില സൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിൽ വഴങ്ങി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ കണക്റ്റഡ് ആകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റി ആക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പവർഫുള്ളാകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ചില കാര്യങ്ങൾ ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങൾ ശരിക്കും ഈ ഒരു സിറ്റുവേഷൻസിൽ ഇത്രയും താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്ന ഏത് സാഹചര്യത്തിലും, അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ട്ണറോടാണ് നിങ്ങളൊരു ഫൈറ്റിംഗ് നടത്തുന്നതെങ്കിൽ, ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്ന നിങ്ങൾക്കൊരു സക്സസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിലൊരു പൂർണ്ണത ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയൊക്കെയാണോ ഇപ്പോൾ ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമാകുന്നു. പ്രപഞ്ചം ശക്തി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു. ആ ഒരു കാലം അനുകൂലമാവുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത്, ഒരു ഗുഡ് ലക്ക് എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ എനർജി വളരെ ശക്തമായിട്ട്, ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധം നിങ്ങൾ ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു. ഉത്കണ്ഠ, ഭയം, നിങ്ങളെ വളരെയധികം ഭയം പോലും പിടികൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം, അതായത് നിങ്ങളുടെ ആ ഒരു നഷ്ടം, നിങ്ങൾക്ക് സംഭവിച്ച ഒരു ചീറ്റിംഗ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്ന, ട്രാപ്പിലായി നിൽക്കുന്ന ആ ഒരു ബന്ധന അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു വലിയ ശക്തമാവുന്ന ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എനർജിയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യം, ആ ഒരു ആൻസൈറ്റി എന്ന് പറയുന്നതൊക്കെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഇമോഷണലി വീണ്ടും ബാലൻസിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടും ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്കൊരു യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോക്കസിങ് ആകും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇമോഷണൽ പരമായ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഇത്രയും ഫിനാൻഷ്യൽ പ്രോബ്ലംസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഫിനാൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. നിങ്ങളിലേക്ക് ഫിനാൻസ് വന്ന് ചേരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് നല്ലൊരു യാത്രയുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഓക്കെ ആക്കിയേ പറ്റൂ. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ ഫാമിലിയോടൊത്ത്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സാഹചര്യത്തിനോടൊത്ത് ചേരുക എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ അതാണ് തീർച്ചയായിട്ടും ലവേഴ്സ് 10 ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ആ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആവുക. നിങ്ങളൊരു തിരിച്ചറിവിലേക്ക് വരിക എന്നാണ് കാണുന്നത്. കുറച്ചൊരു പ്രാർത്ഥന, മെഡിറ്റേഷൻസിനൊക്കെ ഒരു പ്രാധാന്യം നൽകുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും കാര്യങ്ങളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്ത് കാര്യങ്ങളാണ് എടുക്കേണ്ടത് ആ കാര്യങ്ങളൊന്ന് പൂർണ്ണമായും ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുക. 21 ദിവസം 18 ദിവസം എന്ന് കണക്ക് വയ്ക്കാതെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആ ഒരു ടൈം പീരീഡ്, ആ കണക്കെന്ന് പറയുന്നത് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ തിരിച്ചറിയുകയും അവരുമായിട്ട് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ്, നിങ്ങളുടെ പ്രോബ്ലംസും ഷെയർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണോട് ഒരുമിച്ചുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിൽ കറക്റ്റ് ചെയ്യേണ്ടതിനെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസിങ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റീയൂണിയനും ഒരു
തീർച്ചയായിട്ടും ഒരു വലിയ ശക്തമാകുന്ന റിയൂണിയനുകളാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതായത് ഇമോഷണൽ പരമായ തെറ്റാകുന്ന ബന്ധങ്ങളെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൂർണ്ണമായും ഒരു ഇമോഷൻസ് വരും. ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പി ഫാമിലി, ഒരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ്, ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആ ഒരു എന്താ പറയുക, നിങ്ങൾ ശരിക്കും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായും നിങ്ങൾ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു കർമ്മയുടെ ഫലമായിട്ടൊരു ഗുഡ് കർമ്മ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു നീതി വരുന്നു. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ വരാൻ സാധിക്കും. ഒന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് മോശമാകുന്ന സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ത്യാഗത്തിൻ്റെ, നമ്മൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരെ നമ്മൾ ഒരു രീതിയിലും ദ്രോഹിക്കുകയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തടസ്സം വരുത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ഫലം നിങ്ങൾക്ക് തിരിച്ചു വരും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ അനുഭവിക്കാനുള്ള യോഗം തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ പ്രോജക്റ്റ്, അത് നല്ല ഫോക്കസിങ് എനർജിയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ചീറ്റിംഗ് ആണെങ്കിലും ഹാർട്ട് ബ്രോക്കൺ ആണെങ്കിലും എൻഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസ് ഇമോഷണലി നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളതിന് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ, നിങ്ങളിലൊരു മാറ്റം വരുത്താൻ നിങ്ങളെ സഹായിക്കുന്നു എൻ്റെ റീഡിംഗ് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.